ഹലോ ഹായ്, ഇതാണ് മക്കളെ വഴുതിന വെണ്ടക്ക തൊട്ടുകൂട്ട് കറി. റെഡിയാക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വഴുതിന എടുത്തിട്ടുണ്ട്, വെണ്ടക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി തക്കാളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, ഓയിലാക്കിയാൽ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിക്കാം. അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എല്ലാത്തിലേക്കും ചതച്ചതാണ്, പേസ്റ്റൊന്നും വാങ്ങിക്കലില്ല, ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ടെന്ന് വെച്ചിട്ട് ഒരു ടേസ്റ്റിനും കുറവുണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പം അതിലേക്ക് വഴുതിന ഇട്ട് കൊടുക്കാം. വഴുതിന നന്നായിട്ട് താളേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. കാരണം അതൊക്കെ കൂടെ ഇട്ട് താളിക്കുമ്പോഴത്തേന് പിന്നെ വഴുതിനൻ്റെ വേവ് കൂടിപ്പോവും. വഴുതിന ഒരുപാട് കുക്കായാലും അതിൻ്റെ തോല് വേറെ കാമ്പ് വേറെ ആയിട്ട് കാമ്പൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ വെന്ത് കിട്ടും വേണം, അലിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ഒരു ലെവലാക്കി എടുക്കട്ടോ. അപ്പോൾ നമുക്കിനി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് മൂടി വെക്കാം. നന്നായിട്ടൊന്ന് ആവി കൊള്ളുന്നവരെ നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നല്ലോണം ആവി വരട്ടെ. അപ്പോൾ അതുവരെ കുറച്ച് ടൈം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇതിലൊരു സ്പെഷ്യൽ ഒരു സാധനം ഇടുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. അത് ഞാൻ കാണിച്ചു തരാം, ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആവി നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ച് ടേസ്റ്റ് കുറയില്ല. അപ്പോൾ ഈ മസാലപ്പൊടികളും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതാ വീണ്ടും ആവി നല്ലോണം വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടാണ് കറിവേപ്പിലയും ചപ്പും ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം, ശർക്കര. ഇത് ഒന്നായിട്ട് വേണ്ട കേട്ടോ, ചെറിയൊരു കഷ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചൂടിൽ കിടന്നിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് വരും. കുറച്ച് നേരം മൂടി വെക്കട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് കണ്ടോ, ശർക്കരൻ്റെ ഒരു കളർ ചേഞ്ച് അവിടെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നന്നായിട്ട് മിക്സാക്കുക. ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കട്ടോ. നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതുപോലെ കുറുകി കിട്ടണം, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ശർക്കരൻ്റെ ആ ഒരു മധുരവും എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശർക്കര വഴുതിന. ഓക്കെ.